നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സർക്കിൾ ബേസ്ഡ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2026 ഫെബ്രുവരി 18 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കേരളത്തിലും വേക്കൻസികളുണ്ട്, എല്ലാ സർക്കിളിലും വേക്കൻസികളുണ്ടെന്ന് കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. താല്പര്യമുള്ള ഈ അവസരം പരമാവധി എടുത്ത് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ സർക്കിൾ ബേസ്ഡ് ഓഫീസർമാരുടെ റിക്രൂട്ട്മെന്റ്. 2000-ലധികം വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതേക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും https:/sba.bank.in/web/career/current openings എന്ന സൈറ്റിൽ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നമ്മൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ആദ്യം മനസ്സിലാക്കുക. ഇത് സെലക്ഷൻ പ്രോസസ് ആദ്യം ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. പിന്നീട് അതിന് സ്ക്രീൻ ചെയ്തതിനു ശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷണൽസ്, കേരളത്തിൽ അപേക്ഷിക്കുന്നവരെ നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കും. ലോക്കൽ ലാംഗ്വേജ് അതാത് റീജിയനിലുള്ള അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ കേരളത്തിലെ വേക്കൻസികൾ കാര്യം നമുക്ക് നോക്കാം. കേരളത്തിലെ തിരുവനന്തപുരം സെക്ടറിലാണ് വേക്കൻസികൾ ഉള്ളത്. തിരുവനന്തപുരം സർക്കിളിലാണ് വേക്കൻസികൾ ഉള്ളത്. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം. 50 വേക്കൻസികൾ കേരളത്തിലുണ്ട്. ആകെ 2000-ലധികം വേക്കൻസികളാണ് ആകെയുള്ളത്. 2070-ഓളം വേക്കൻസികൾ, 2050-ലധികം വേക്കൻസികളാണുള്ളത്. അതിൽ കേരളത്തിൽ മാത്രമായിട്ട് 50 വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. മറ്റു ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും അപേക്ഷിക്കാൻ കഴിയും. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/ST-ക്കാർ 5 വർഷവും OBC-ക്കാർക്ക് 3 വർഷവും ഡിസബിലിറ്റികൾ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. കേരളത്തിൽ അപ്ലൈ ചെയ്ത മലയാളം നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അതിന്റെ ടെസ്റ്റ് ഉണ്ടാകും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ സ്ക്രീനിങ്ങും ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും. 120 മാർക്കിന്റെ ഒരു പരീക്ഷയായിരിക്കും. അതോടൊപ്പം ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് പാർട്ടും ഉണ്ടാവും. 120 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ജനറൽ നോളജിന്റെ ബാങ്കിങ് നോളജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്. ജനറൽ അവയർനെസ്സും അത് എക്കണോമിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിന് 30 ചോദ്യങ്ങൾ ഉണ്ടാകും, 30 മാർക്ക്. കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന്റെ 20 ചോദ്യം, അങ്ങനെ 120 ചോദ്യം ഉണ്ടാകും, 120 മാർക്കായിരിക്കും. പരീക്ഷ സമയം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിൽ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കൂടി ഉണ്ടാവും. അത് 50 മാർക്കിന്റെ 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയായിരിക്കും. അത് മിക്കവാറും ലെറ്റർ റൈറ്റിങ്ങോ essay റൈറ്റിങ്ങോ ഒക്കെ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനുശേഷമായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ സ്ക്രീൻ ചെയ്ത ശേഷമായിരിക്കും ബാക്കി ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഇന്റർവ്യൂ ഉള്ളത്. ഇന്റർവ്യൂ 50 മാർക്കായിരിക്കും എന്ന കാര്യം കൂടി ഓർക്കുക. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ. അതിനോടൊപ്പം ലോക്കൽ ലാംഗ്വേജിന്റെ പ്രൊഫഷണൽ ടെസ്റ്റ് ഉണ്ടാകും. അത് ക്വാളിഫൈ ചെയ്യണം. കാരണം കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ മലയാളം നിർബന്ധമായി, കേരളത്തിൽ അപ്ലൈ ചെയ്ത മലയാളം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാന ശമ്പളം 48,480 എന്നുള്ള ശമ്പള മുതൽ 85,920 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ DA, HRA, CCA മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ ലഭിക്കുന്നവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് സർക്കിൾ ബേസ് ഓഫീസർ എന്നുള്ള തസ്തികയിലായിരിക്കും നിയമനം ലഭിക്കുക. 6 മാസം ജോയിൻ ചെയ്തതിനു ശേഷം പ്രൊബേഷൻ ആയിരിക്കും. അതിനുശേഷമായിരിക്കും സർക്കിൾ ബേസ് ഓഫീസർ ആയിട്ടുള്ള കൺഫർമേഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ജൂനിയർ മാനേജ്മെന്റ് കേഡറിലായിരിക്കും നിയമനം ഉണ്ടാവുക.
ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, EWS, OBC-ക്കാർക്കൊക്കെ 750 രൂപയാണ് അപേക്ഷ ഫീസ്. SC/SC-കാരുള്ളവർക്കും ഡിസബിലിറ്റികൾക്കും ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് 2026 ജനുവരി 29 മുതൽ ഫെബ്രുവരി 18 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് അതിൽ https:/sba.banks.in/web/careers.current openings എന്ന ലിങ്ക് വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ താഴെപ്പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷന്, അതുപോലെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഫോട്ടോ പതിച്ച ID പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ മറ്റ് റെസ്യൂം, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. അതോടൊപ്പം ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ടും പറ്റും. കോൾ ലെറ്റർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിട്ടേൺ ടെസ്റ്റിനുള്ള കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം പരീക്ഷ എഴുതാനായിട്ട്. അപ്പൊ ഇതേക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചർ ഡീറ്റെയിൽസ് ഒക്കെ https:/sba.bank.in/web/careers/current openings എന്ന സൈറ്റിലായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ താല്പര്യം അപ്ലൈ ചെയ്ത് ഈ സൈറ്റ് എടുക്കുക, സന്ദർശിക്കുക. സൈറ്റിലായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ വരിക. ഇനി നമുക്ക് എക്സാമിനേഷൻ സെന്ററിന്റെ കാര്യം കൂടെ പറയാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ഇന്റർവ്യൂ മറ്റൊരു ലെവലിലേക്ക് പോകുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നൊരു ഒരിക്കൽ പറയാം. https:/sba.bank.in/web/careers/current openings ലിങ്കിൽ പോവുക. അത് നമ്മൾ സ്ക്രോൾ ഡൗൺ പോയിട്ട് അഡ്വർടൈസ്മെന്റ് കാണുക. അഡ്വർടൈസ്മെന്റ് വായിച്ചു നോക്കിയതിനു ശേഷം അപ്ലൈ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.